the course BSY 148, social stratification, and the last block is about mobility and reproduction. In that block, there are 3 units. The first unit, that is unit 10, it is about concepts and forms of social mobility. Then നമുക്ക് ലെസണിലേക്ക് പോകാം. Objectives of this lesson is describe various types and forms of mobility. പല തരത്തിലും പല ടൈപ്പിലുള്ള മൊബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രൈബ് വേരിയസ് ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി, ഹൈലൈറ്റ് ഡയമെൻഷൻസ് ഓഫ് മൊബിലിറ്റി ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട നമ്മൾ ഈ ലെസണിൽ കൂടി കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി by social mobilities mean any transition from one social position to another. social mobility അല്ലെങ്കിൽ സാമൂഹിക ചലനാത്മകത എന്ന് പറഞ്ഞാൽ by social mobilities mean any transition from one social പൊസിഷൻ ടു അനദർ. ഒരു സോഷ്യൽ പൊസിഷനിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം, ആ ചേഞ്ച്, അതിനെയാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ബൈ സോഷ്യൽ മൊബിലിറ്റീസ് മീൻ എനി ട്രാൻസിഷൻ ഫ്രം വൺ സോഷ്യൽ പൊസിഷൻ ടു അനദർ. ചേഞ്ച് ഇൻ സോഷ്യൽ പൊസിഷൻ ഇൻവോൾവ്സ് ജനറലി സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ലൈഫ് ചാൻസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ചേഞ്ച് ഇൻ സോഷ്യൽ പൊസിഷൻ, സോഷ്യൽ പൊസിഷനിലുണ്ടാകുന്ന ആ മാറ്റങ്ങൾ അത് മറ്റു പല കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ടാക്കും. എന്തിലൊക്കെയാണ്? ജനറലി സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ലൈഫ് ചാൻസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. അപ്പം ലൈഫ് ചാൻസസും ലൈഫ് സ്റ്റൈൽസും, ജീവിത അവസരങ്ങളിലും അതുപോലെ ജീവിത രീതികളിലും എല്ലാത്തിലും വ്യത്യാസം വരും. അപ്പോൾ ചേഞ്ച് ഇൻ സോഷ്യൽ പൊസിഷൻ ഇൻവോൾവ്സ് ജനറലി സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ലൈഫ് ചാൻസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. The concept of social mobility is classified and defined by Piritrim A. Sorokin. Piritrim A. Sorokin ആണ് സോഷ്യൽ മൊബിലിറ്റി എന്നുള്ള ആ കൺസെപ്റ്റിനെ ശരിയായിട്ട് നിർവചിച്ചിട്ടുള്ളത്. അക്കോർഡിംഗ് ടു സൊറോക്കിൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദ ഷിഫ്റ്റ് ഓഫ് പൊസിഷൻ മേ ബി അണ്ടർടേക്കൺ ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ സോഷ്യൽ ഒബ്ജക്റ്റ് ഓർ വാല്യൂ. അപ്പം അദ്ദേഹം സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണത് ദ ഷിഫ്റ്റ് ഓഫ് പൊസിഷൻ മേ ബി അണ്ടർടേക്കൺ ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ സോഷ്യൽ ഒബ്ജക്റ്റ് ഓർ വാല്യൂ. ഒരു ഇൻഡിവിജ്വലിലോ സോഷ്യൽ ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ വാല്യൂയിലോ മൂല്യങ്ങളിലോ ഉണ്ടാകുന്ന ആ ഷിഫ്റ്റ്, ആ മാറ്റം, അതിനെയാണ് അദ്ദേഹം സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സൊറോക്കിൻ ദ ഷിഫ്റ്റ് ഓഫ് പൊസിഷൻ മേ ബി അണ്ടർടേക്കൺ ബൈ ആൻ individual or social object or value. That is to say, anything that has been created or modified by human activity can experience social mobility. അപ്പോൾ ദാറ്റ് ഈസ് ടു സേ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? എനിത്തിങ് ദാറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ഓർ മോഡിഫൈഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. ഹ്യൂമൻ ആക്ടിവിറ്റി, മനുഷ്യരുടെ പ്രവർത്തനം മൂലം, എനിത്തിങ് ദാറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ്, എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നത്, ദാറ്റ് ക്യാൻ എക്സ്പീരിയൻസ് സോഷ്യൽ മൊബിലിറ്റി. അപ്പം അത് സോഷ്യൽ മൊബിലിറ്റിയിലേക്ക് നയിക്കുന്നു. അപ്പം സോഷ്യൽ മൊബിലിറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം ഏതെങ്കിലും കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻ, ആ ചേഞ്ച്. അപ്പോൾ അതിനെയാണ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ആസ് എ കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി ഇസ് ക്വൈറ്റ് ഒബീവിയസ്. അപ്പോൾ സോഷ്യോളജി പോലെയുള്ള ഒരു വിഷയത്തിൽ ഈ സോഷ്യൽ മൊബിലിറ്റിയുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എന്ത് ചലനങ്ങളും എന്ത് മാറ്റങ്ങളും അത് സൊസൈറ്റീനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ പഠിക്കുക, സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുക എന്ന ചുമതലയാണ് സോഷ്യോളജിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദ കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി ഈസ് ക്വൈറ്റ് ഒബിയസ് എന്ന് പറയുന്നത്. എനി ചേഞ്ച് ഓഫ് പൊസിഷൻ ഇൻ സൊസൈറ്റി എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഹാസ് ഇറ്റ്സ് ഇമ്പാക്ട് നോട്ട് ഓൺലി ഓൺ ദ ഇൻഡിവിജ്വൽ ഓർ ദ ഗ്രൂപ്പ് ബട്ട് ഓൾസോ ഓൺ ദ സൊസൈറ്റി അറ്റ് ലാർജ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പിനോ ഉണ്ടാകുന്ന ആ വ്യത്യാസം, ആ ചേഞ്ചസ്, അപ്പം അത് അയാളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ പ്രതിനിധാനം ചെയ്യുന്ന സൊസൈറ്റിനെ അത് ബാധിക്കും. അപ്പം അതുകൊണ്ടാണ് എനി ചേഞ്ച് ഓഫ് പൊസിഷൻ ഇൻ സൊസൈറ്റി എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ
or a group has its impact not only on the individual or the group but also on the society at large. Implicit in invoking the concept of social mobility is the recognition of gradation in society. സൊസൈറ്റിയിലുള്ള ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൃത്യമായിട്ടുള്ള ആ മാറ്റം, അതിനെയാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദ ഗ്രഡേഷൻ ഈസ് നോർമലി ഡൺ ഇൻ ടേംസ് ഓഫ് പവർ, പ്രസ്റ്റീജ് ആൻഡ് പ്രിവിലേജ്. അപ്പോൾ ഈ ഗ്രഡേഷൻ അല്ലെങ്കിൽ ഈ മാറ്റം, പടിപടിയായിട്ടുള്ള ഈ മാറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോർമലി ഡൺ ഇൻ ടേംസ് ഓഫ് പവർ, പ്രസ്റ്റീജ് ആൻഡ് പ്രിവിലേജസ്. പവറും പ്രസ്റ്റീജും പ്രിവിലേജസും ഒക്കെ അനുസരിച്ചാണ് ഇങ്ങനെ ഗ്രഡേഷൻ സാധാരണ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ടു സേ എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ദെൻ ഓപ്പറേറ്റ് ഇൻ സച്ച് സൊസൈറ്റീസ്. അപ്പോൾ നമുക്ക് പറയാം ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഈ സൊസൈറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഒരു ശ്രേണീപരമായിട്ട് സ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ കാണപ്പെടുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ടു സേ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ദെൻ ഓപ്പറേറ്റ്സ് ഇൻ സച്ച് സൊസൈറ്റീസ്. ദിസ് ഓപ്പൺസ് അപ്പ് ദ possibility of social investigation of whether or how an individual or a group gains or loses power, prestige and privilege in a society. അപ്പോൾ ഈ വ്യതിയാനത്തിൽ, ഈ ചലനാത്മകതയിൽ ചിലപ്പോൾ പവർ, പ്രസ്റ്റീജ്, പ്രിവിലേജസ് ഒക്കെ കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നേടിയെടുക്കുകയോ നഷ്ടപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്ഥിതിഗതികളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇൻ അതർ വേർഡ്സ്, അലോങ് ദ ലൈൻ ഓഫ് ഹൈറാർക്കി, വെദർ വൺ മൂവ്സ് അപ്പ് ഓർ ഫോൾസ് ഡൗൺ സിഗ്നിഫൈസസ് ചേഞ്ച് ഓഫ് സോഷ്യൽ പൊസിഷൻ, ദാറ്റ് ഈസ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എലോങ് ദ ലൈൻ ഓഫ് ഹൈറാർക്കി, ആ ഹൈറാർക്കിയുടെ ആ ശ്രേണിയുടെ ആ ലൈനിൽ വെദർ വൺ മൂവ്സ് അപ്പ് ഓർ ഫോൾസ് ഡൗൺ, ഒരാൾ ആ ലൈനിൽ മുകളിലേക്ക് ചലിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് താഴേക്ക് പോവുകയോ ഏതെങ്കിലും രീതിയിലുള്ള ആ പൊസിഷനിലുള്ള ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തേക്ക് പോവുക അല്ലെങ്കിൽ താഴ്ന്ന സ്ഥാനത്തേക്ക് പോവുക, എങ്ങനെയായാലും there is a shift in position വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് we are calling social mobility. Time taken to effect the change of social position may vary from society to society. അപ്പോൾ പല സൊസൈറ്റിയിൽ പല രീതിയിലാണ് ഈ സോഷ്യൽ പൊസിഷൻ മാറുക, സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകുക എന്നുള്ളത്. അതിൻ്റെ ടൈം ടേക്കൺ, അത് ഡിഫറൻസ് ഉണ്ട് ഓരോ സൊസൈറ്റിയിലും. ഇങ്ങനെ ഈ ചേഞ്ചസ് ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിന് അതിൻ്റെ ദൈർഘ്യത്തിന് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ കൂടിയിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിരിക്കും. ദ ഡൈമെൻഷൻസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ആർ മെനി. അപ്പോൾ ഈ ഡൈമെൻഷൻസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി അത് വളരെ പല തരത്തിലുണ്ട്. അപ്പോൾ ദേ ആർ മെനി. സോഷ്യോളജി ഓഫ് സോഷ്യൽ മൊബിലിറ്റി is right with the contribution of various scholars who have theorized on the concept on the basis of their respective field studies and data collected thereby. അപ്പോൾ പലരും ഈ സോഷ്യൽ മൊബിലിറ്റീസിനെ കുറിച്ച് പല സ്കോളേഴ്സും സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അവരുടെ ഫീൽഡ് സ്റ്റഡീസും ഡാറ്റയിൽ നിന്നൊക്കെ കിട്ടിയ അനുമാനങ്ങളിൽ നിന്നാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബീവിയസ് ദാറ്റ് എ ചേഞ്ച് ഓഫ് പൊസിഷൻ മേ ടേക്ക് പ്ലേസ് ഐദർ എലോങ് എ ഹൊറിസോണ്ടൽ ആക്സിസ് ഓർ എ വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും, ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടിയുള്ള ഒരു ചേഞ്ചസ് ആവും, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ കൂടിയുള്ള ഒരു ചേഞ്ച്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ തിരശ്ചീന ആയിട്ടുള്ള ലൈൻ, നേരെയുള്ള ലൈൻ. അപ്പൊ അതിലൊന്നിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞാൽ വെറുതെ പൊസിഷൻ മാത്രമേ മാറണുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ വെർട്ടിക്കൽ, കുത്തനെയായിട്ടുള്ള ഒരു വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അതിന്റെ പൊസിഷൻ മാറുമ്പോൾ അതിന്റെ സ്ഥാനത്തിന് ചലനം വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് അത് ഉയരുകയോ താഴുകയോ, അപ്പൊ അതിൽ വളരെയധികം ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബീവിയസ് ദാറ്റ് ചേഞ്ച് ഓഫ് പൊസിഷൻ മേ ടേക്ക് പ്ലേസ് ഐദർ എലോങ് എ ഹൊറിസോണ്ടൽ ആക്സിസ് ഓർ എ വെർട്ടിക്കൽ ആക്സിസ്. അപ്പൊ ഈ പൊസിഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ എലോങ് എ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കും, അല്ലെങ്കിൽ എലോങ് എ വെർട്ടിക്കൽ ആക്സിസ്. സോ ദ ഷിഫ്റ്റ് ഓഫ് സോഷ്യൽ പൊസിഷൻ ക്യാൻ ഓൾസോ ബി
practically understand in terms of two basic, that is horizontal mobility and vertical mobility. അപ്പോൾ ഈ ചേഞ്ചസ് പോകുന്നത് ഒന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടി അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊബിലിറ്റീനെ നമുക്ക് രണ്ട് രീതിയിൽ ആദ്യം തന്നെ ടേം ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഒന്ന് ഹൊറിസോണ്ടൽ മൊബിലിറ്റി, മറ്റത് വെർട്ടിക്കൽ മൊബിലിറ്റി. ഇനി ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി ഇനി പറയാൻ പോകുന്നത് വിച്ച് ആർ ദ ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി, അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസും പ്രത്യേകതയൊക്കെ എന്താണെന്നാണ് വിവരിക്കുന്നത്. അടുത്തത് ഹൊറിസോണ്ടൽ മൊബിലിറ്റി. അപ്പോൾ ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി മീൻസ് മൂവ്മെന്റ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ ഇൻ എ സൊസൈറ്റി വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് എ ഷിഫ്റ്റ് ഇൻ ടു എ ഹയർ ഓർ ലോവർ സ്ട്രാറ്റം. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഉയർന്നതോ താഴ്ന്നതോ എന്നുള്ള ഒരു വ്യത്യാസം വരുന്നില്ല. ഒരു നേരെയുള്ള ഒരു ലൈൻ, അതിൽ കൂടി തന്നെ അങ്ങ് നേരെ പോകുക എന്ന് വെച്ചാൽ അയാളുടെ പൊസിഷൻ ഹയറും ആകുന്നില്ല ലോവറും ആകുന്നില്ല, അതേ നിലയിൽ ഒരേ നിലയിൽ തന്നെയാണ് നീങ്ങുന്നത്. ഒരു ലൈനിൽ കൂടി പല പോയിന്റ്സ് ABCD അങ്ങനെ പോയിന്റ്സ് ഇട്ടാൽ നമ്മൾ ആ പോയിന്റ്സിന്റെ സ്ഥാനം മാറുന്നുണ്ടെന്ന് അല്ലാണ്ട് അതിന് ഉയർച്ച താഴ്ച ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി മീൻസ് in society which does not involve a shift into a higher or lower stratum. According to Sorokin, horizontal social mobility means the transition of an individual or social object from one social group to another situated on the same level. അപ്പോൾ സൊറോക്കിൻ ഹൊറിസോണ്ടൽ മൊബിലിറ്റിനെ അർത്ഥമാക്കുന്നത്, അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ട്രാൻസിഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ സോഷ്യൽ ഒബ്ജക്റ്റ്, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഒബ്ജക്റ്റിന്റെ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരേ ലെവലിൽ തന്നെ മാറുക. അതിൽ ഹയറും ലോവറും ഒന്നും വരുന്നില്ല, സെയിം സ്റ്റാൻഡിൽ തന്നെ പ്ലേസ് മാറുക എന്നുള്ള അങ്ങനെ വരുന്നതിനെയാണ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഒരേ ലെവലിൽ തന്നെ പോവുക. വിത്ത് റെസ്പെക്ട് ടു ദ അമേരിക്കൻ സൊസൈറ്റി, ട്രാൻസിഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആസ് ഫ്രം ദ ബാപ്റ്റിസ്റ്റ് ടു മെത്തോഡിസ്റ്റ് റിലീജിയസ് ഗ്രൂപ്പ് ഫ്രം one citizen to another, from one family or another by divorce and remarriage, from one factory to other in the same occupational status are all instance of horizontal social mobility. അപ്പോൾ ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റിക്ക് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറുക, അതല്ലെങ്കിൽ ഒരു മാരേജ് അത് ഡൈവോഴ്സായി രണ്ടാമത് റീമാരേജ് ചെയ്യുക, പക്ഷെ വേറെ വ്യത്യാസങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ നിന്ന് സെയിം ജോലിയിൽ തന്നെ വേറൊരു ഫാക്ടറിയിലേക്ക് മാറുക. ഇപ്പൊ ബാങ്കിൽ ഒരു ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യണം, വേറൊരു സ്ഥലത്തുള്ള അതേ ബാങ്കിന്റെ വേറൊരു ബ്രാഞ്ചിലേക്ക് ആ പൊസിഷനിൽ തന്നെ മാറുക. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അവിടെ സ്റ്റാറ്റസിന് വ്യത്യാസമൊന്നും വരുന്നില്ല, ഒക്കുപേഷണൽ സ്റ്റാറ്റസ് സെയിം ആണ്. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സിൻസ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി ഡസ് നോട്ട് ഇൻവോൾവ് എ മേജർ മൂവ്മെന്റ് അപ്പ് ഓർ ഡൗൺ ദ ഹൈറാർക്കിക്കൽ ലാഡർ. അപ്പൊ ഹൈറാർക്കിക്കൽ ലാഡറിൽ ഒരിക്കലും താഴേക്കോ മുകളിലോട്ടോ ഹൊറിസോണ്ടൽ മൊബിലിറ്റി അനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നില്ല. The horizontal dimensions of social mobility cannot throw much light on the nature of stratification present in any society. Nevertheless, it does indicate the nature of division existing in a society. അപ്പൊ ഇവിടെ ഒരു നേച്ചർ ഓഫ് ഡിവിഷൻ ഉണ്ടെന്ന് തന്നെ തോന്നണല്ലോ. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതേ സെയിം പൊസിഷനിൽ തന്നെ സെയിം സ്റ്റാറ്റസിൽ തന്നെ മാറുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഉയർച്ചയോ താഴ്ചയോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ അതുപോലെയുള്ള ആ ചേഞ്ചസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സച്ച് ഡിവിഷൻസ് ഡു നോട്ട് പ്രൈമർലി ഇൻഡിക്കേറ്റ് എനി മേജർ സ്റ്റാറ്റസ് ഡിഫറൻസിയേഷൻ ഇൻ സൊസൈറ്റി. മോർ contemporary sociologist Anthony Giddens considered that there is a great deal of mobility along the lateral directions in modern societies. He prefers to define horizontal mobility as lateral mobility. അപ്പോൾ മറ്റൊരു സോഷ്യോളജിസ്റ്റ് ആന്റണി ഗിഡിൻസ് അദ്ദേഹം ഹൊറിസോണ്ടൽ മൊബിലിറ്റിനെ തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ പറയുന്ന മൊബിലിറ്റി ആസ് ലാറ്ററൽ മൊബിലിറ്റി എന്നാണ്, ഇൻവോൾവിങ് ജിയോഗ്രാഫിക്കൽ മൂവ്മെന്റ് ബിറ്റ്വീൻ നൈബർഹുഡ്സ്, ടൗൺസ് ഓർ റീജിയൻസ്. അതൊരു ജിയോഗ്രാഫിക്കൽ മൂവ്മെന്റ് ആണ്. നൈബർഹുഡ് അടുത്തുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അടുത്തുള്ള ടൗണിലേക്ക് അല്ലെങ്കിൽ വേറൊരു പ്രദേശത്തേക്ക് താമസം മാറ്റുക,
അപ്പൊ അവിടെ ഒന്നും അയാളുടെ സ്റ്റാറ്റസോ രീതികളോ ഒന്നും മാറുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാറ്ററൽ മൊബിലിറ്റി. ഇനി വെർട്ടിക്കൽ മൊബിലിറ്റി, അടുത്തത് വെർട്ടിക്കൽ മൊബിലിറ്റി ആണ്. Vertical mobility in sociological literature, most attention is given to vertical mobility. അപ്പോൾ വെർട്ടിക്കൽ മൊബിലിറ്റിയിലാണ് സോഷ്യോളജിക്കൽ ലിറ്ററേച്ചർ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്. സിംപ്ലി പുട്ട് ആൻ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ചേഞ്ച് ഇൻ ദ റാങ്ക് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്. അത് എളുപ്പം മനസ്സിലാക്കുക. ഒരു ഗ്രൂപ്പിൽ ഒന്നില്ലെങ്കിൽ അപ്വേർഡ് പോവുക, അല്ലെങ്കിൽ ഡൗൺവേർഡ്, മുകളിലേക്കോ താഴേക്കോ ഉള്ള മാറ്റങ്ങൾ. ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരു വ്യക്തിക്ക് ഒന്നില്ലെങ്കിൽ മുകളിലേക്കുള്ള സ്റ്റാറ്റസിലേക്ക് പോവുക, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി പോവുക. അപ്പൊ അങ്ങനെ വരുന്ന അതിനെയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി ആർ ഫോർ ടു മെനി. അപ്പൊ ഇതിന് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ കൂടുതൽ കാണപ്പെടുന്നതും വെർട്ടിക്കൽ മൊബിലിറ്റിയാണ്. ഈ വെർട്ടിക്കൽ മൊബിലിറ്റിയാണ് സാധാരണ ചേഞ്ചസ് കൂടുതലായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രാറ്റിഫിക്കേഷനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യണതും ഈ വെർട്ടിക്കൽ മൊബിലിറ്റിയാണ്. പ്രൊമോഷൻ ഓർ ഡിമോഷൻ, ഒന്നില്ലെങ്കിൽ പ്രൊമോഷൻ അതല്ലെങ്കിൽ ഡിമോഷൻ, താഴേക്ക് അവരുടെ റാങ്ക് കുറക്കുക, അങ്ങനെയുള്ള പ്രവൃത്തി. ചേഞ്ച് ഇൻ ഇൻകം, അല്ലെങ്കിൽ ഇൻകത്തിൽ ചേഞ്ച്. മാരേജ് പേഴ്സൺ ഓഫ് ഹയർ ലോവർ സ്റ്റാറ്റസ്, ഒന്നില്ലെങ്കിൽ തൻ്റെ സ്റ്റാറ്റസിനേക്കാളും കൂടുതൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ തൻ്റെ സ്റ്റാറ്റസിനേക്കാളും താഴ്ന്ന വിവാഹം ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ സ്റ്റാറ്റസുകളിൽ ഉയർച്ച താഴ്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട്. എ മൂവ് ടു എ ബെറ്റർ ഓർ വേഴ്സ് നൈബർഹുഡ് ഓൾ സെർവ് ആസ് എക്സാമ്പിൾസ് ഓഫ് വെർട്ടിക്കൽ മൊബിലിറ്റി. അപ്പൊ ഇതെല്ലാം വെർട്ടിക്കൽ മൊബിലിറ്റിക്ക് എക്സാമ്പിൾസ് ആണ്. എസെൻഷ്യലി വെർട്ടിക്കൽ മൊബിലിറ്റി ഇൻവോൾവ്സ് എ മൂവ്മെന്റ് വിച്ച് എൻഷുവേഴ്സ് എൻഹാൻസിങ് ഓർ ലോവറിങ് ഓഫ് റാങ്ക്. അപ്പൊ മൊബിലിറ്റി, വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അത് മുകളിലേക്ക് പോവുക റാങ്കിൽ, അല്ലെങ്കിൽ റാങ്കിൽ താഴേക്ക് പോവുക, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് സം മൂവ്മെന്റ്സ് മേ ബി ബോദർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അറ്റ് ദ സെയിം ടൈം. ഇനി ചില മൂവ്മെന്റ് രണ്ടിലും സ്പർശിച്ചു പോകുന്നതുണ്ട്. ചിലപ്പോൾ വെർട്ടിക്കലും ആവും, അതേ സമയത്ത് തന്നെ അത് ഹൊറിസോണ്ടലും ആയിട്ടും അങ്ങനെയും സംഭവിക്കാറുണ്ട്. ക്ലാസിക്കലി പി Sorokin defines vertical social mobility as the relation involved in a transition of an individual or a social object from one social stratum to another. ഒരു സോഷ്യൽ സ്ട്രാറ്റത്തിൽ നിന്ന് വേറൊരു സോഷ്യൽ സ്ട്രാറ്റത്തിലേക്ക് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഒബ്ജക്റ്റിവിൻ്റെയോ ആ മാറ്റത്തിനെയാണ് സൊറോക്കിൻ ഇവിടെ വെർട്ടിക്കൽ mobility എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ട്രാൻസിഷൻ ഓഫ് ദർ ആർ ടു ടൈപ്സ് ഓഫ് വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി. അപ്പൊ ഈ ഡയറക്ഷൻ നോക്കിയിട്ട് നമുക്ക് അതിനെ രണ്ട് തരത്തിൽ വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയാം. ഒന്ന് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്, ഒന്നല്ലെങ്കിൽ മുകളിലേക്ക് കൂടി കൂടി വരിക, അല്ലെങ്കിൽ ഡിസെൻഡിങ് താഴേക്ക് പോവുക. അപ്പൊ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർ സോഷ്യൽ ക്ലൈംബിങ് ആൻഡ് ഓർ സോഷ്യൽ സിങ്കിങ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നമ്മൾ ഒരു അസെൻഡിങ് ഓർഡറാണ്. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ പോകുക, അല്ലെങ്കിൽ നേരെ 10 നിന്ന് താഴത്ത് 10, 9, 8, 7 എന്നുകൊണ്ട് താഴേക്ക് പോവുക, അത് ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ ഇങ്ങനെ സോഷ്യൽ ക്ലൈംബിങ്ങും വരുന്നുണ്ട്, സോഷ്യൽ സിങ്കിങ്ങും. ഇതിനെ രണ്ടിനെയും പറയണത് വെർട്ടിക്കൽ മൊബിലിറ്റി എന്നാണ്. അപ്പൊ വെർട്ടിക്കൽ മൊബിലിറ്റി തന്നെ രണ്ട് ഡയറക്ഷൻസ് ഉണ്ട്. അതിന് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് സോഷ്യൽ മൊബിലിറ്റി, വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സോഷ്യൽ ക്ലൈംബിംഗ് ആൻഡ് സോഷ്യൽ സിങ്കിങ് സോഷ്യൽ മൊബിലിറ്റി എന്നും വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആന്റണി ഗിഡിൻസ് റെഫേഴ്സ് ടു വെർട്ടിക്കൽ മൊബിലിറ്റി ആസ് മൂവ്മെന്റ് അപ്പ് ഓർ ഡൗൺ ദ സോഷ്യോ എക്കണോമിക് സ്കെയിൽ. അപ്പൊ സോഷ്യോ എക്കണോമിക് സ്കെയിലിൽ മുകളിലോട്ടോ താഴോട്ടുള്ള ആ ചലനത്തിനെയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം ദോസ് ഹു ഗെയിൻ ഇൻ പ്രോപ്പർട്ടി, ഇത് ആന്റണി ഗിഡിൻസിന്റെ അഭിപ്രായമാണ്. അക്കോർഡിംഗ് ടു ഹിം ദോസ് ഹു ഗെയിൻ ഇൻ പ്രോപ്പർട്ടി, ഇൻകം ഓർ സ്റ്റാറ്റസ് ആർ സെറ്റ് ടു ബി അപ്വേർഡ് മൊബിലിറ്റി. ആരെങ്കിലും ഗെയിൻ നേടിയെടുക്കുകയാണ്, പ്രോപ്പർട്ടി, ഇൻകം അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ കൂടുതലായിട്ട് നേടിയെടുക്കുകയാണെങ്കിൽ ഹീസ് ഇൻ അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയാം. വൈൽ ദോസ് ഹു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇനി അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് താഴേക്കടയിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രോപ്പർട്ടി കുറഞ്ഞു പോവുക, ഇൻകം കുറയുക, സ്റ്റാറ്റസിൽ ഇടിവ് വരിക, അപ്പൊ അങ്ങനെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡൗൺവേർഡ്
മൊബിലിറ്റി. അപ്പോൾ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതിനെ ഡൗൺവേർഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയും. ഇൻട്രസ്റ്റിംഗ്ലി, ഗിഡിൻസ് കമൻസ് ദാറ്റ് ഇൻ മോഡേൺ സൊസൈറ്റി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി ആർ ഓഫൺ കമ്പൈൻഡ്. അപ്പോൾ ഗിഡിൻസിൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ് ഇൻ മോഡേൺ സൊസൈറ്റീസ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി ആർ ഓഫൺ കമ്പൈൻഡ്. പല സമയത്തും വെർട്ടിക്കലും അതുപോലെ ഹൊറിസോണ്ടൽ മൊബിലിറ്റിയും കമ്പൈൻഡ് ആയിട്ട് പോണ ഒരവസ്ഥയും കാണാറുണ്ടെന്നാണ് ഗിഡിൻസ് പറയുന്നത്. ഓഫൺ വൺ ഫോം ഓഫ് മൊബിലിറ്റി ഡെറ്റ്സ് ടു ദി അതർ. ഒന്ന് മറ്റേതിൻ്റെ കൂടെ ചേർന്നങ്ങ് പോകുന്നതായിട്ട് കാണാം. ഫോർ ഇൻസ്റ്റൻസ്, ഓൺ ഇൻഡിവിജ്വൽ വർക്കിംഗ് ഇൻ എ കമ്പനി ഇൻ വൺ സിറ്റി മൈറ്റ് ബി പ്രൊമോട്ടഡ് ടു ഹയർ പൊസിഷൻ ഇൻ എ ബ്രാഞ്ച് ഓഫ് ദ ഫേം ലൊക്കേറ്റഡ് ഇൻ അനദർ ടൗൺ ഓർ ഈവൺ ഇൻ എ ഡിഫറെൻറ്റ് കൺട്രി. ഇനി ഒരേ ബാങ്കിൻ്റെ തന്നെ ബ്രാഞ്ച് വേറൊരു സ്ഥലത്തോ സ്വന്തം രാജ്യത്തോ അല്ലെങ്കിൽ വിദേശത്തോ ആ ബാങ്കിന്റെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിലേക്കുള്ള മാറ്റം, അതിനെ നമുക്ക് ആ മാറ്റത്തിനെ വേണമെങ്കിൽ ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയാം. ഇനി ആ ഹൊറിസോണ്ടൽ മൊബിലിറ്റി കൂടി തന്നെ ഈ മാറ്റത്തിൽ കൂടി അയാൾക്ക് പ്രൊമോഷനും കൂടി കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെർട്ടിക്കൽ മൊബിലിറ്റിയും സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരേ സമയം തന്നെ ചിലപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു പോകുന്ന ഒരു പ്രതിഭാസം കാണാറുണ്ട്. ഫോംസ് ഓഫ് മൊബിലിറ്റി. Analytically, one can conceptualize various modes or forms of the changes of social position experienced by an individual or a group. American society, according to P. Sorokin, states that both the ascending and descending currents of economic, political, and occupational mobility exist in two principal forms. അപ്പോൾ രണ്ട് പ്രിൻസിപ്പൽ ഫോംസിലാണ് ഈ പൊളിറ്റിക്കൽ ആൻഡ് ഒക്കപ്പേഷണൽ മൊബിലിറ്റി, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ഒക്കപ്പേഷണൽ മൊബിലിറ്റി എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് പി സൊറോക്കിൻ പറയുന്നത്. ദേ എക്സിസ്റ്റ് ആസ് ആൻ ഇൻഫിൽട്രേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ ലോവർ സ്ട്രാറ്റം ഇൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഹയർ വൺ. അപ്പം അത് ഇൻഫിൽട്രേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽസ്, ആ വ്യക്തികൾ തന്നെ, ഓഫ് എ ലോവർ സ്ട്രാറ്റം ഇൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഹയർ സ്ട്രാറ്റം, ഒരു ലോവർ സ്ട്രാറ്റത്തിൽ നിന്ന് ഹയർ സ്ട്രാറ്റത്തിലേക്കുള്ള ആ മാറ്റം. പിന്നെ എ ക്രിയേഷൻ ഓഫ് എ ന്യൂ ഗ്രൂപ്പ് ബൈ സച്ച് ഇൻഡിവിജ്വൽസ്. അപ്പൊ അങ്ങനെ മാറുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരൊരു പുതിയ അവര് നിന്നിരുന്ന ആ ഗ്രൂപ്പിൽ നിന്ന് മാറി ഒന്നില്ലെങ്കിൽ അപ്പർ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ലോവർ പൊസിഷനിലേക്കാണ് മാറുന്നത്. അപ്പൊ അങ്ങനെ മാറ്റപ്പെട്ട് ചെല്ലുന്ന ആളുകൾ അവരുടേതായ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. എ ക്രിയേഷൻ ഓഫ് എ ന്യൂ ഗ്രൂപ്പ് ബൈ സച്ച് ഇൻഡിവിജ്വൽസ് and the insertion of such a group into a higher stratum instead of or side by side with the existing groups of this stratum. അപ്പോൾ അവർ ഏത് ഗ്രൂപ്പിൽ ചെന്നാണ് ചേർക്കപ്പെടുന്നത് ആ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നീട് മാറ്റപ്പെടും. Correspondingly, the descending or downward mobility has also two principles. അപ്പം നമുക്ക് പറയാൻ പറ്റും descending or downward mobility has two principal forms. രണ്ട് പ്രിൻസിപ്പൽ ഫോംസ് ഉണ്ടെന്നാണ് പറയണത്. അതിൽ ഡ്രോപ്പിംഗ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം എ ഹയർ സോഷ്യൽ പൊസിഷൻ ഇൻ ടു ആൻ എക്സിസ്റ്റിംഗ് ലോവർ വൺ. അപ്പോൾ ഡ്രോപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഫ്രം എ ഹയർ സോഷ്യൽ പൊസിഷൻസിലുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് ഇൻഡിവിജ്വൽസ് ലോവർ വണ്ണിലേക്ക് പോവുകയാണെങ്കിൽ വിത്തൗട്ട് എ ഡീഗ്രഡേഷൻ ഓർ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ ഹയർ ഗ്രൂപ്പ്, അവരുടെ മാറ്റം കൊണ്ട് ആ ഹയർ ഗ്രൂപ്പിന് ഒരു ഡിസിൻറ്റഗ്രേഷനോ ഡീഗ്രഡേഷനോ ഒന്നും സംഭവിക്കുന്നില്ല. ഈ മാറിപ്പോകുന്ന ആളുകൾക്കാണ് വ്യത്യാസം സംഭവിക്കുന്നത്. ഡ്രോപ്പിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എ ഹയർ സോഷ്യൽ പൊസിഷൻ ഇൻ ടു ആൻ എക്സിസ്റ്റിംഗ് ലോവർ വൺ without a degradation or disintegration of the higher group to which they belong to, and degradation of a social group as a whole in an abasement of its rank among other groups or in its disintegration as a social unit. ഇനി ഇവർ എത്തിപ്പെട്ട് കഴിയുമ്പോഴേക്കും ഡീഗ്രഡേഷൻ ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ്, ആ സോഷ്യൽ ഗ്രൂപ്പിന് ചിലപ്പോൾ മൊത്തത്തിലൊരു ഡീഗ്രഡേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇസ് ആൻ എബേസ്മെന്റ് ഓഫ് ഇറ്റ്സ് റാങ്ക് എമംഗ് അതർ ഗ്രൂപ്പ്സ്. മറ്റു ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ റാങ്കിങ്ങിൽ വ്യത്യാസങ്ങൾ വരാം. ഇൻ ഇറ്റ്സ് ഡിസിൻറ്റഗ്രേഷൻ ആസ് എ സോഷ്യൽ യൂണിറ്റ്. ഇനി എ മോർ റീസെന്റ് ട്രീറ്റ്മെന്റ് ഓൺ ഫോംസ് മോഡ്സ് ഓഫ് മൊബിലിറ്റി is advanced by Ralph H. Turner, contrasting the predominant modes of mobility
of England and the United States of America. Turner has suggested two ideal typical normative pattern of upward mobility. അപ്പോൾ ടേർണർ അദ്ദേഹം രണ്ട് തരത്തിലുള്ള ഐഡിയൽ ടിപ്പിക്കൽ നോർമാറ്റീവ് പാറ്റേൺ ഓഫ് അപ്വേർഡ് മൊബിലിറ്റിക്ക് രണ്ട് ഉദാഹരണങ്ങൾ, രണ്ട് ടൈപ്സ് ആണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എച്ച് ടേർണറുടെ ഈ രണ്ട് ടൈപ്പുകൾ എപ്പോഴും ഷോർട്ട് നോട്ടിൽ ചോദിക്കാറുള്ളതാണ്. അതിൽ ദ ഫസ്റ്റ് വൺ കോണ്ടസ്റ്റ് മൊബിലിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ സ്പോൺസേർഡ് മൊബിലിറ്റി. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ടു ഐഡിയൽ ടിപ്പിക്കൽ നോർമാറ്റീവ് പാറ്റേൺ ഓഫ് അപ്വേർഡ് മൊബിലിറ്റി ആണ്. ഒന്ന് കോണ്ടസ്റ്റ് മൊബിലിറ്റി, ദ അതർ വൺ ഈസ് സ്പോൺസേർഡ് മൊബിലിറ്റി. ഇനി കോണ്ടസ്റ്റ് മത്സരം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു മത്സരത്തിൽ കൂടി, അപ്പോൾ ആ മത്സരത്തിൽ ചേരണമെങ്കിൽ അതൊരു തുറന്ന ഓപ്പൺ കോണ്ടസ്റ്റ് ആയിരിക്കണം, എന്നാലേ എല്ലാവർക്കും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കോണ്ടസ്റ്റ് മൊബിലിറ്റിയുടെ പ്രത്യേകത എന്താന്ന് നോക്കുക. കോണ്ടസ്റ്റ് മൊബിലിറ്റി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് എലൈറ്റ് സ്റ്റാറ്റസ് ഈസ് the prize in an open contest and is taken by the aspirants on efforts. അപ്പോൾ ഓരോ മത്സരാർത്ഥികളും അയാളുടെ ശക്തി പ്രയോഗിച്ച്, അയാളുടെ ബലം പ്രയോഗിച്ച്, കഴിവ് പ്രയോഗിച്ച് ഈ കോണ്ടസ്റ്റിൽ ഭാഗമാകുക. എന്നിട്ട് ആ കോണ്ടസ്റ്റിൽ വിജയിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ളതിനെയാണ് കോണ്ടസ്റ്റ് മൊബിലിറ്റി എന്ന് പറയുന്നത്. കോണ്ടസ്റ്റ് മൊബിലിറ്റി ഇസ് എ സിസ്റ്റം ഇൻ വിച്ച് എലൈറ്റ് സ്റ്റാറ്റസ് ഈസ് ദ പ്രൈസ് ഇൻ ഓപ്പൺ കോണ്ടസ്റ്റ്. അപ്പൊ അവിടെയുള്ള ആ എലൈറ്റുകളുടെ സ്റ്റാറ്റസ് ഇയാൾക്കും ലഭിക്കും. ആ കോണ്ടസ്റ്റ് മൊബിലിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൽ വിജയിക്കുകയാണെങ്കിൽ. ദ ടേം എലൈറ്റ് ഈസ് യൂസ്ഡ് ബൈ ടേർണർ ഇൻ എ സിംപ്ലിഫൈഡ് സെൻസ് ടു മീൻ ഹൈ ക്ലാസ് കാറ്റഗറി. ഇവിടെ എലൈറ്റ് എന്ന് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്, ടേർണർ യൂസ് ചെയ്തിരിക്കുന്നത് ഹൈ ക്ലാസ് കാറ്റഗറീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ എലൈറ്റ് ഗ്രൂപ്പിലേക്ക്, അതായത് താഴ്ന്ന ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും മുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു ഇന്റൻഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സാധാരണക്കാരൻ അയാളുടെ ആ പ്രത്യേക ശക്തി കൊണ്ട്, അല്ലെങ്കിൽ മത്സരത്തിൽ അയാളുടെ കഴിവ് പ്രയോഗിച്ചിട്ട് അതിൽ വിജയിച്ചു വരികയാണെങ്കിൽ അത് ടേം അയാൾ അതിലെ മെമ്പറായിട്ട് മാറും. ദ ടേം എലൈറ്റ് ഈസ് യൂസ്ഡ് ബൈ ടേർണർ ഈസ് എ സിംപ്ലിഫൈഡ് സെൻസ് ടു മീൻ ഹൈ ക്ലാസ് കാറ്റഗറി. വൈറ്റ് അല്ല, അവരുടെ വൈൽ എന്നാണ് കേട്ടോ വേർഡ്. വൈൽ ദ കോണ്ടസ്റ്റ് ഈസ് ഗവേൺഡ് ബൈ സം റൂൾസ് ഓഫ് ഫെയർ പ്ലേ, ദ കോണ്ടസ്റ്റൻസ് ഹാവ് വൈഡ് ചോയ്സസ് ഇൻ ദ സ്ട്രാറ്റജീസ് ദേ മേ എംപ്ലോയ്. Since the price of successful upward mobility is not in the hands of established elite to give out, the latter cannot determine who shall attain it and who shall not. അപ്പൊ ഈ എലൈറ്റ് അല്ല ഇത് നിശ്ചയിക്കുന്നത്, ആ മനുഷ്യന്റെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുടെ കഴിവനുസരിച്ചാണ് ആ മത്സരാർത്ഥി അതിൽ വിജയിക്കുകയും അയാളുടെ സ്റ്റാറ്റസ് മാറി വേറെ ഒരു പുതിയ സ്റ്റാറ്റസ്, ഒരു ഹൈ സ്റ്റാറ്റസിലേക്ക് അയാൾ വരികയും ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് മത്സരത്തിലൂടെ വരണമെങ്കിൽ അതൊരു ഓപ്പൺ കോണ്ടസ്റ്റ് ആയിരിക്കണം, എന്നാലേ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഓപ്പൺ കോണ്ടസ്റ്റിൽ വിജയിച്ചിട്ട് ആ എലൈറ്റ് ഗ്രൂപ്പിന്റെ സ്വഭാവ ഗുണത്തിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അയാളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അയാൾ അതിൽ വിൻ ചെയ്ത എലൈറ്റ് ഗ്രൂപ്പ് മെമ്പർ ആവും. അപ്പൊ അങ്ങനെയുള്ള ആ കോണ്ടസ്റ്റിനെയാണ് കോണ്ടസ്റ്റ് മൊബിലിറ്റി എന്ന് പറയണത്. ഇനി അടുത്തത് സ്പോൺസേർഡ് മൊബിലിറ്റി. സ്പോൺസർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കഴിവില്ലാതെ വരും, അല്ലെങ്കിൽ റിസർവേഷൻ കൊടുത്തിട്ട്, അല്ലെങ്കിൽ വേറെ ഇപ്പൊ പല സ്ഥലത്തും പല കുട്ടികളെ ചില ആളുകൾ സ്പോൺസർ ചെയ്തിട്ട് വിദേശത്ത് അയച്ച് പഠിപ്പിക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെ സ്പോൺസർഷിപ്പോട് കൂടി വരുന്നത്. അപ്പൊ സ്പോൺസേർഡ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കുക. സ്പോൺസേർഡ് മൊബിലിറ്റി ഈസ് വൺ വേർ ദ എസ്റ്റാബ്ലിഷ്ഡ് എലൈറ്റ് ഓർ ദെയർ ഏജൻസ് റിക്രൂട്ട് ഇൻഡിവിജ്വൽസ് ഇൻ ടു ദെയർ ഫോൾഡ്. ചില എസ്റ്റാബ്ലിഷ്ഡ് എലൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഏജൻസ് റിക്രൂട്ട് ചെയ്യണം ഇൻഡിവിജ്വൽസിനെ, എന്നിട്ട് അവർ സ്പോൺസർ ചെയ്തിട്ട് അവരുടെ ആ രീതിയിലേക്ക് മാറ്റുക. ഇൻ ദിസ് കേസ് എലൈറ്റ് സ്റ്റാറ്റസ് ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് സം ക്രൈറ്റീരിയൻ ഓഫ് സപ്പോസ്ഡ് മെറിറ്റ് ആൻഡ് കനോട്ട് ബി ടേക്കൺ ബൈ എനി എമൗണ്ട് ഓഫ് എഫോർട്ട് ഓർ സ്ട്രാറ്റജി. അപ്പോൾ ചില ക്രൈറ്റീരിയ അനുസരിച്ചാണ് അവർ നോക്കിയിട്ടാണ് ഇങ്ങനെ സ്പോൺസർ ചെയ്യണത്. അപ്പോൾ ആ സ്പോൺസർ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ ആ ഗ്രൂപ്പിൽ പെടുകയാണെങ്കിൽ അപ്വേർഡ് മൊബിലിറ്റീസ് ലൈക്ക് എൻട്രി ഇൻ ടു എ private club where each candidate must be sponsored by one or more of the members. ഇനി ഒരു ഹൈ ക്ലബിലേക്ക് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരന് അപ്വേർഡ് മൊബിലിറ്റിയാണ് അവിടെ ഹൈ
ഹൈ ക്ലാസ് ക്ലബിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളത്. അപ്വേർഡ് മൊബിലിറ്റി ഈസ് ലൈക്ക് എൻട്രി ഇൻ ടു എ പ്രൈവറ്റ് ക്ലബ് വെയർ ഈച്ച് കാൻഡിഡേറ്റ് മസ്റ്റ് ബി സ്പോൺസേഡ്. അപ്പോൾ ഓരോ കാൻഡിഡേറ്റിനെ സ്പോൺസർ ചെയ്യണം അങ്ങോട്ടേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ആ ടേംസിനോട് ചേർന്ന് മുന്നോട്ട് പോകാൻ ശക്തിയുള്ളവരാണെന്ന് കാണുകയാണെങ്കിൽ അവർക്ക് അവിടെ മെമ്പർഷിപ്പ് കിട്ടും. അപ്പോൾ ആദ്യം ഈ അംഗങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് ആ ക്ലബിൽ തന്നെയുള്ള അംഗങ്ങൾ തയ്യാറാവണം. അങ്ങനെയാണെങ്കിലാണ് മറ്റുള്ളവർക്ക് അവിടെ പ്രവേശനം ലഭിക്കുക. അപ്പോൾ അൾട്ടിമേറ്റ്ലി ദ മെമ്പേഴ്സ് ഗ്രാൻഡ് ഓർ ഡിനൈ അപ്വേർഡ് മൊബിലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് വെദർ ദേ ജഡ്ജ് ദ കാൻഡിഡേറ്റ് ടു ഹാവ് ദീസ് ക്വാളിറ്റീസ് ദേ ഡു സീ ഇൻ ഫെല്ലോ മെമ്പേഴ്സ്. അപ്പോൾ ഫെല്ലോ മെമ്പേഴ്സിലുള്ള എല്ലാ ക്വാളിറ്റീസും ഇങ്ങനെ വന്ന ഈ മത്സരാർത്ഥിക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കാൻഡിഡേറ്റിനുണ്ടെങ്കിൽ അയാളെ ആ ക്ലബ് മെമ്പർഷിപ്പ് നൽകുന്നതായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ അയാൾക്കൊരു അപ്വേർഡ് മൊബിലിറ്റി ിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് കിട്ടും. അപ്പോൾ 2 തരം പ്രധാനപ്പെട്ട അപ്വേർഡ് മൊബിലിറ്റിയാണുള്ളത്. ഒന്ന് കോണ്ടസ്റ്റ് മൊബിലിറ്റി, അതർ വൺ ഈസ് സ്പോൺസേർഡ് മൊബിലിറ്റി. As long as in a society there is a gradation of social positions, there is a scope, at least theoretically, to conceptualize a transition from one social position to another. Such changes are undertaken or experienced by an individual, a group, or even social value objective. Such change of social position is called social mobility. അപ്പോൾ social position ഉണ്ടാകുന്ന ആ രീതിയിലുള്ള ചേഞ്ചസിനെയാണ് ഈ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഗ്രഡേഷൻ, ഒരു സൊസൈറ്റിയിൽ തന്നെ പല ഗ്രേഡിലേക്ക് മാറ്റപ്പെടാനുള്ള അവസരം ലഭിച്ച് പല ഗ്രേഡിലേക്ക് ഉയർന്നു വരിക, അങ്ങനെയുള്ളതിനെയാണ് ആ ചേഞ്ചസിനെയാണ് സോഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ പൊസിഷൻ ഈസ് ഓൾസോ കോൾഡ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ഈ ഹയർ സോഷ്യൽ പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി എന്നും പറയാം. If such a change and experienced laterally, it is called horizontal social mobility. ഇനി ലാറ്ററലി ആണെങ്കിൽ, സൈഡ് ബൈ ആയിട്ടുള്ള പാർശ്വമായിട്ടാണ് പോകണമെങ്കിൽ, ഇറ്റ് ഈസ് തിരശ്ചീനമായിട്ട് പോകുന്ന അങ്ങനെയുള്ള മൊബിലിറ്റീനെ കോൾഡ് horizontal social mobility. A movement along a vertical axis would be case a vertical mobility. അപ്പോൾ ഈ മൂവ്മെന്റ് വെർട്ടിക്കൽ ആണോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആണോ എന്ന് നോക്കുക. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി. മൂവ്മെന്റ് വെർട്ടിക്കൽ ആയിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയും. ഇനി അനാലിറ്റിക്കലി വൺ ക്യാൻ ടോക്ക് അബൌട്ട് വേരിയസ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഓൾസോ. ദ ഇമ്പോർട്ടൻറ്റ് ഫോംസ് ആർ കോണ്ടസ്റ്റ് മൊബിലിറ്റി ആൻഡ് സ്പോൺസേർഡ് മൊബിലിറ്റി. ഇൻ കേസ് ഓഫ് കോണ്ടസ്റ്റ് മൊബിലിറ്റി, ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ത്രൂ ഇറ്റ്സ് ഓൺ എഫോർട്സ് ആൻഡ് അച്ചീവ്മെന്റ്സ് ആക്ച്വലൈസ് മൊബിലിറ്റി. അപ്പോൾ 2 തരം മൊബിലിറ്റികൾ നേരത്തെ പറഞ്ഞു. ഒന്ന് കോണ്ടസ്റ്റ് മൊബിലിറ്റി, മറ്റത് സ്പോൺസേർഡ്. അപ്പോൾ കോണ്ടസ്റ്റ് മൊബിലിറ്റിയിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അവരുടെ എഫോർട്സ് ഉപയോഗിച്ചിട്ടാണ് ഹയർ പൊസിഷനിൽ വരുന്നത്. വേറെ അണ്ടർ സ്പോൺസേർഡ് മൊബിലിറ്റിയിൽ അവരുടെ മേന്മ അല്ല അവർക്ക് അതിനകത്ത് പ്രവേശനം കിട്ടിയത്, ആരോ സ്പോൺസർ ചെയ്തിട്ടാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദ സ്ട്രൈവിംഗ് ആൻഡ് എഫേർട്സ് ഓഫ് ദ ഡിപ്രസ്ഡ് കാറ്റഗറീസ്, ഇറ്റ് ഈസ് ബീങ് ഗ്രാൻഡഡ് ഓർ ഓഫേർഡ് ബൈ ഐദർ ഓൾറെഡി എൻറിച്ച്ഡ് higher social groups or government society at large in terms of certain criteria. ചില ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഒന്നില്ലെങ്കിൽ ഗവൺമെൻറ്റോ സൊസൈറ്റിയോ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സോ സ്പോൺസർ ചെയ്ത് നേടിക്കൊടുക്കുന്നതാണ് മറ്റേ സ്പോൺസേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡൈമെൻഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് മൊബിലിറ്റി. അപ്പോൾ in this section we identify the important dimensions of social mobility and also indicate their implications in terms of the wider social structure. അപ്പോൾ ഈ വൈഡർ സോഷ്യൽ സ്ട്രക്ചറിൽ പ്രത്യേകിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ഡൈമെൻഷൻസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി ആൻഡ് ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി, അതുപോലെ
ഇന്റർജനറേഷണൽ മൊബിലിറ്റി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ദർ ആർ 2 ways ഓഫ് സ്റ്റഡിങ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റീനെ പഠിക്കാനായിട്ടുള്ള 2 ways ഉണ്ട്, 2 ways. ഐദർ വൺ ക്യാൻ സ്റ്റഡി ഇൻഡിവിജ്വൽസ് ഓൺ കരിയേഴ്സ്, ഹൗ ഫാർ ദേ മൂവ് അപ്പ് ഓർ ഡൗൺ ദ സോഷ്യൽ സ്കെയിൽ ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ വർക്കിംഗ് ലീവ്സ്. ഒരാളുടെ ഔദ്യോഗിക കാലഘട്ടത്തിൽ അയാൾ എന്തോരം ഉയർന്ന് അല്ലെങ്കിൽ എന്തോരം താഴെ പോയി, ഏത് രീതിയിലൊക്കെ മുന്നിലേക്ക് പോയി, അങ്ങനെ ഒരാളുടെ കാര്യം മാത്രം നോക്കിയിട്ട് ഓരോ വ്യക്തിപരമായിട്ട് അയാളുടെ തൊഴിലിൽ അയാളുടെ അഭിവൃദ്ധി അല്ലെങ്കിൽ അയാൾ താഴെ പോയത് എങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ ഒരാളുടെ കേസ് മാത്രം നോക്കിയിട്ട് പോകുന്നത്, വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു രീതി. ദിസ് ഈസ് യൂഷ്വലി കോൾഡ്, ഇവിടെ ഇത് തെറ്റായിട്ടാണ് എഴുതിയിരിക്കണം കേട്ടോ, അവിടെ ഇന്റർജനറേഷണൽ അല്ല ഇൻട്രാ ജനറേഷണൽ ആണ് അത്, ദാറ്റ് മൊബിലിറ്റി. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ദിസ് ഈസ് യൂഷ്വലി കോൾഡ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി, നോട്ട് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി. അപ്പോൾ ഒരു വ്യക്തിയുടെ അയാളുടെ അപ്പ് ആൻഡ് ഡൗൺ, അയാളുടെ ഔദ്യോഗിക ജീവിതത്തിലുള്ള ആ സോഷ്യൽ സ്കെയിൽ നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്നതിനെയാണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ദർ ആർ 2 ways ഓഫ് സ്റ്റഡിങ് സോഷ്യൽ മൊബിലിറ്റി. ഐദർ വൺ ക്യാൻ സ്റ്റഡി ഇൻഡിവിജ്വൽസ് ഓൺ കരിയേഴ്സ്, ഒരാളുടെ തന്നെ തൊഴിൽ നോക്കിയിട്ട് ഹൗ ഫാർ ദേ മൂവ് അപ്പ് ഓർ ഡൗൺ ദ സോഷ്യൽ സ്കെയിൽ ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ വർക്കിംഗ് ലീവ്സ്, അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവരെന്തോരം മുന്നോട്ട് പോയി അല്ലെങ്കിൽ എന്തോരം താഴേക്ക് പോയെന്ന് വീക്ഷിക്കുന്നത്. അപ്പൊ അതിനെയാണ് ദിസ് ഈസ് യൂഷ്വലി കോൾഡ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. അതിനെ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്നാണ് പറയുന്നത്. ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇന്റർ ജനറേഷണൽ എന്നാണ്, അത് തെറ്റായിട്ടുള്ളതാണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇനി ഓൾട്ടർനേറ്റീവ്ലി വൺ ക്യാൻ അനലൈസ് ഹൗ ഫാർ children enter the same type of occupation as their parents or grandparents. Mobility across the generation is called intergenerational mobility. പലപ്പോഴും പാരൻസും അതുപോലെ അവരുടെ മക്കൾ, ഇപ്പൊ പാരൻസ് ഒരു തൊഴിൽ ചെയ്ത് ചിലവർ അതേ തൊഴിൽ തന്നെ മക്കൾ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരു റിക്ഷാക്കാരൻ്റെ മകൻ ഡോക്ടർ ആകുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ വ്യത്യാസം, പല തലമുറകളിൽ ജോലിയിൽ വ്യത്യാസം വരുന്നതായിട്ട്, ഗ്രാൻഡ് പാരൻസിൻ്റെ ഇതിൽ നിന്ന് മക്കളിൽ നിന്ന് അതിൻ്റെ മക്കൾ എല്ലാവരും വ്യത്യസ്തങ്ങളായ ലെവലിൽ കൂടി കടന്നു പോകുന്നതായിട്ടും കാണാറുണ്ട്. ഓൾട്ടർനേറ്റീവ്ലി വൺ ക്യാൻ അനലൈസ് ഹൗ ഫാർ ചിൽഡ്രൻ എൻ്റർ ദ സെയിം ടൈപ്പ് ഓഫ് ഓക്കുപ്പേഷൻ ആസ് ദെയർ പാരൻസ് ഓർ ഗ്രാൻഡ് പാരൻസ്. മൊബിലിറ്റി അക്രോസ് ദ ജനറേഷൻ ഈസ് കോൾഡ് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി. അങ്ങനെ ജനറേഷനിൽ കൂടിയുള്ള ഈ മൊബിലിറ്റി, ഈ ചേഞ്ചസിനെ നമുക്ക് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയാം. In other words, a study from the standpoint of changes over the lifespan of an individual is a case of, അവിടെ printing mistake ആണ്, not inter, it is intra. In other words, study from the standpoint of changes over the lifespan of an individual is a case of intra-generational mobility study. അപ്പോൾ intra-generational mobility എന്ന് പറയുന്ന സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, ഓവർ ദ ലൈഫ് സ്പാൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരാളുടെ ലൈഫ് സ്പാനിൽ അയാൾക്ക് വരുന്ന ആ ചേഞ്ചസിനെ പഠിക്കുന്നതിനാണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇഫ് ദ സ്റ്റഡി ഈസ് അണ്ടർടേക്കൻ ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ചേഞ്ചസ് വിത്തിൻ ഫാമിലി ഓവർ 2 or more ജനറേഷൻ, ഒരേ ഫാമിലി തന്നെ രണ്ടിൽ കൂടുതലോ ജനറേഷൻസിനെ എടുത്തിട്ട് അവരുടെ ഡെവലപ്മെന്റ് മൂവ്മെന്റ്സ് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി എ കേസ് ഓഫ് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി സ്റ്റഡി. അപ്പോൾ അങ്ങനെയുള്ളതിനെ ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ 2 തരം മൊബിലിറ്റി സ്റ്റഡിയാണ്, ഒന്ന് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി, മറ്റത് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി. ഇനി ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി ഈസ് ഓൾസോ കോൾഡ് പോപ്പുലർലി ആസ്, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇന്റർ അല്ലാതെ ഇൻട്രാ ജനറേഷണൽ ആണ്. ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി ഈസ് ഓൾസോ കോൾഡ് പോപ്പുലർലി ആസ് കരിയർ മൊബിലിറ്റി. അപ്പൊ ഈ ഒരാളുടെ തന്നെ തൊഴിലിന്റെ അഭിവൃദ്ധി അല്ലെങ്കിൽ അയാളുടെ താഴോട്ടുള്ള പോക്ക്, അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയുടെ തൊഴിലിനെ ആധാരമാക്കി ഒരു വ്യക്തിയുടെ മാത്രം കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിന് അതിനെ കരിയർ മൊബിലിറ്റി എന്നും പറയാറുണ്ട്. ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി ഈസ് ഓൾസോ കോൾഡ്
popularly as career mobility. To find out about career mobility, people are asked to identify the jobs they held at various points in their lives. അവരുടെ ജീവിതത്തിൽ പലതരം ജോലികൾ അവർ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് അത് നോക്കിയിട്ടാണ് ഈ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി മനസ്സിലാക്കുന്നത്. സ്റ്റഡിങ് ദ അമേരിക്കൻ ഒക്കപ്പേഷണൽ സ്ട്രക്ചർ, ബ്ലോ ആൻഡ് ഡുക്കാൻ ഹാവ് ഫൗണ്ട് ദാറ്റ് എ പേഴ്സൺ ചാൻസ് ഓഫ് മൂവിങ് അപ്പ് ദ ഒക്കപ്പേഷണൽ ലാഡർ ആർ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ. അപ്പോൾ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ തൊഴിലിനെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത്. അപ്പോൾ ആ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ, എമൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ. സെക്കൻഡ്, ദ നേച്ചർ ഓഫ് ദ പേഴ്സൺസ് ഫസ്റ്റ് ജോബ്. തേർഡ്, ഫാദേഴ്സ് ഒക്കപ്പേഷൻ. അപ്പോൾ 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരാളുടെ തൊഴിൽ അയാൾ ആ ലാഡറിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ താഴോട്ട് പോവുക എന്നുള്ളത്. ഒന്ന്, എമൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ, അയാളുടെ വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്. അതുപോലെ നേച്ചർ ഓഫ് ദ പേഴ്സൺസ് ഫസ്റ്റ് ജോബ്, അയാൾക്ക് കിട്ടിയ ആദ്യത്തെ ജോലി എങ്ങനത്തെയാണ്, അതിൽ നിന്ന് ഉയരാൻ സാധ്യതയുള്ളതാണെങ്കിലാണ് ഉയർന്നു പോവുക. പിന്നെ അടുത്തത് ഫാദേഴ്സ് ഒക്കുപ്പേഷൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തൊഴിൽ എന്താണ്, അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒക്കപ്പേഷണൽ സ്ട്രക്ചർ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത്. അത് ഒക്കപ്പേഷണൽ ലാഡർ ആർ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ്. ഒക്കപ്പേഷണൽ ലാഡറിനെ സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഘടകങ്ങളാണ് എഡ്യൂക്കേഷൻ, നേച്ചർ ഓഫ് ദ പേഴ്സൺസ് ഫസ്റ്റ് ജോബ്, അതുപോലെ ഫാദേഴ്സ് ഒക്കപ്പേഷൻ. ഇനി ഈ കാര്യങ്ങൾ ഒരു പിക്ചർ രൂപേണ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ എങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്തിരിക്കണതെന്ന് നോക്കുക ഓരോ ലൈനിലും. അപ്പോൾ ഫാദേഴ്സ് എഡ്യൂക്കേഷൻ, അതേപോലെ ചിലപ്പോൾ അത് തന്നെ അതേ എഡ്യൂക്കേഷൻ തന്നെയാണ് ചിലപ്പോൾ സൺസിന് കിട്ടും. പിന്നെ അങ്ങനെയാണെങ്കിൽ സൺസിൻ്റെ പ്രസൻറ്റ് ഒക്കപ്പേഷൻ അതും ബന്ധപ്പെട്ടിരിക്കും. അതുപോലെ ഫാദേഴ്സ് ഒക്കപ്പേഷൻ നേരെ സൺസ് പ്രസൻറ്റ് ഒക്കപ്പേഷനിലേക്ക് മാറാം. അതുപോലെ ഫാദേഴ്സ് ഒക്കപ്പേഷൻ സൺസ് ഫസ്റ്റ് ഒക്കപ്പേഷൻ ആയിട്ട് മാറാം. പിന്നെ അയാൾക്ക് ചേഞ്ച് വന്നിട്ട് ഇപ്പോൾ അയാളുടെ പ്രസൻറ്റ് ഒക്കപ്പേഷനിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇനി അടുത്തത് റേഞ്ച് ഓഫ് മൊബിലിറ്റി ആണ്. When people move up or down the social scale, they may travel through one or many strata. അപ്പോൾ ആളുകൾ മുകളിലേക്കാ താഴേക്ക് ഒരു സ്കെയിലിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ പല സ്ട്രാറ്റ കാണാൻ പറ്റും നമുക്ക്. വെൻ പീപ്പിൾ മൂവ് അപ്പ് ഓർ ഡൗൺ ദ സോഷ്യൽ സ്കെയിൽ, ദേ മേ ട്രാവൽ ത്രൂ വൺ ഓർ മെനി സ്ട്രാറ്റ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സ്ട്രാറ്റയെ കൂടി കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ദ സോഷ്യൽ ഡിസ്റ്റൻസ് ദസ് കവേർഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ടൈം റേഞ്ച്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി കടന്നു പോകുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ സോഷ്യൽ ഡിസ്റ്റൻസ്, അതിനെയാണ് ടൈം റേഞ്ച് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. ഇറ്റ് കുഡ് ബി മൂവ്മെന്റ് കവറിങ് എ ഷോർട്ട് സോഷ്യൽ ഡിസ്റ്റൻസ്. അത് അയാൾ കവർ ചെയ്യുന്ന ഒരു ഷോർട്ട് സോഷ്യൽ ഡിസ്റ്റൻസിനെയാണ് കുറിക്കുന്നത്. അപ്പോൾ ഷോർട്ട് റേഞ്ച് ഷിഫ്റ്റ്. ഓൾസോ എ ബിഗ് സ്ലൈഡ് അക്രോസ് എ നമ്പർ ഓഫ് സ്ട്രാറ്റ ഈസ് ഓൾസോ പോസിബിൾ. ദിസ് ഈസ് എ കേസ് ഓഫ് ലോങ് റേഞ്ച് മൊബിലിറ്റി. അപ്പോൾ ലോങ് റേഞ്ച് മൊബിലിറ്റി എന്താണ്, അതുപോലെ ഷോർട്ട് റേഞ്ച് ഷിഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഡൗൺവേർഡ് മൊബിലിറ്റി. ആന്റണി ഗിഡിൻസ് പ്രപ്പോസ് ദാറ്റ് ഓൾദോ ഡൗൺവേർഡ് മൊബിലിറ്റി ഈസ് ലെസ് കോമൺ ദാൻ അപ്വേർഡ് മൊബിലിറ്റി. അപ്വേർഡ് മൊബിലിറ്റിനേക്കാളും ഡൗൺവേർഡ് മൊബിലിറ്റി ഈസ് ലെസ് കോമൺ. അത് കൂടുതലും കുറവായിരുന്നു. സാധാരണ എല്ലാവരും ഉയർന്നു പോകുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മുന്നോട്ട് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്വേർഡ് മൊബിലിറ്റിയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, വിഷമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൊള്ളരുതായ്മകൾ കാണിച്ചു വരുമ്പോഴാണ് ഡൗൺവേർഡ് മൊബിലിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ആന്റണി ഗിഡിൻസ് പ്രപ്പോസസ് ദാറ്റ് ഓൾദോ ഡൗൺവേർഡ് മൊബിലിറ്റി ഈസ് ലെസ് കോമൺ ദാൻ അപ്വേർഡ് മൊബിലിറ്റി. അപ്വേർഡ് മൊബിലിറ്റിനേക്കാളും കുറവാണ് സാധാരണ ഡൗൺവേർഡ് മൊബിലിറ്റി. ഇറ്റ് ഈസ് സ്റ്റിൽ എ വൈഡ് സ്പ്രെഡ് ഫിനോമിന. അതൊരു വൈഡ് സ്പ്രെഡ് ഫിനോമിനയാണ്. എങ്ങനെയായാലും എല്ലായിടത്തും എവിടെ നോക്കിയാലും നമുക്ക് അപ്വേർഡ് മൊബിലിറ്റിയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ഡൗൺവേർഡ് മൊബിലിറ്റി വളരെ കുറവാണ്. അക്കോർഡിംഗ് ടു ഹിസ് ഫൈൻഡിങ്സ്, ഓവർ 20% ഓഫ് മെൻ ഇൻ ദ UK ആർ ഡൗൺവേർഡ്ലി മൊബൈൽ ഇന്റർജനറേഷണലി, ഓൾദോ മോസ്റ്റ് ഓഫ് ദിസ് മൂവ്മെന്റ് ഇസ് ഷോർട്ട് റേഞ്ച്. ഇനി ഈ 2 കൂട്ടരെയും പരിശോധിച്ചപ്പോഴേക്കും ആന്റണി ഗിഡിൻസ് കണ്ടുപിടിച്ചത് ഡൗൺവേർഡ് മൊബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. UK ഏതാണ്ട് 20% ഓഫ് മെൻ ഇൻ UK ആർ ഡൗൺവേർഡ്ലി മൊബൈൽ ഇന്ററാ ജനറേഷൻ
intergenerationally, although most of this movement is short range. അപ്പോൾ ഡൗൺവേർഡ് മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ ആ മൂവ്മെന്റിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ആണ്. ഡൗൺവേർഡ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി ഈസ് ഓൾസോ കോമൺ. അപ്പൊ ഇന്റർ ജനറേഷണലും അതുപോലെ ഇൻട്രാ ജനറേഷണൽ ഡൗൺവേർഡ് മൊബിലിറ്റി നടക്കാറുണ്ട്, പക്ഷെ അതിന്റെ റേഞ്ച് ഷോർട്ട് റേഞ്ച് ആണ്. ദിസ് ട്രെൻഡ് ഈസ് മോസ്റ്റ് often linked up with psychological problems and anxieties, where individuals fail to sustain the lifestyle to which they have become accustomed. Redundancy can also be the cause of downward mobility. Middle-aged men who lost their jobs, for example, find it hard to gain new employment. ചിലപ്പോൾ ഒരു മധ്യവയസ്കന് ഇടയ്ക്ക് വെച്ചിട്ട് അയാളുടെ ജോലി നഷ്ടപ്പെട്ട് പിന്നീട് ചിലപ്പോൾ അയാൾക്ക് ജോലി കിട്ടാൻ സാധ്യത ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആദ്യം കിട്ടിയിരുന്ന ഇൻകത്തിനേക്കാളും കുറഞ്ഞ ഇൻകം ഉള്ള ഒരു ജോലിയായിരിക്കും കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ അവിടെ ഡൗൺവേർഡ് മൊബിലിറ്റിയാണ് കാണുന്നത്. മിഡിൽ ഏജ്ഡ് മെൻ ഹൂ ലോസ് ദെയർ ജോബ്സ്, ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ഗെയിൻ ന്യൂ എംപ്ലോയ്മെന്റ് അറ്റ് ഓൾ ഓർ ക്യാൻ ഓൺലി ഒബ്റ്റെയിൻ വർക്ക് അറ്റ് എ ലോവർ ലെവൽ ഓഫ് ഇൻകം ദാൻ ബിഫോർ. അപ്പം മിഡിൽ ഏജിൽ വെച്ച് അയാളുടെ ജോലി, ആദ്യം ചെയ്തിരുന്ന ജോലി നഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു പുതിയ ജോലി കിട്ടുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും ഒരു ഡൗൺവേർഡ് മൊബിലിറ്റിയാണ്. ഇനി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആദ്യം കിട്ടിയിരുന്ന പോലെയുള്ള വരുമാനം ഇല്ല, ഇൻകം കുറവാണെങ്കിൽ അതും അവിടെ ഒരു ഡൗൺവേർഡ് മൊബിലിറ്റി തന്നെയാണ് സംഭവിക്കുക. ഇൻ ടേംസ് ഓഫ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി അറ്റ് എനി റേറ്റ്, മെനി ഓഫ് ദ ഡൗൺവേർഡ്ലി മൊബൈൽ ആർ വുമൺ. അപ്പൊ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയിൽ ഇങ്ങനെ ഡൗൺവേർഡ് മൊബിലിറ്റിക്ക് കൂടുതൽ എക്സാമ്പിൾസും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് സോ ആസ് മെനി വുമൺ അബണ്ടൻ ദെയർ പ്രോമിസിങ് കരിയേഴ്സ് ഓൺ ദ ബർത്ത് ഓഫ് എ ചൈൽഡ്. ചിലപ്പോൾ നല്ല പൊസിഷനിൽ നല്ല ജോലിയിൽ ഇരിക്കുന്ന സ്ത്രീ ആയിരിക്കും, അവരൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കാനും കുഞ്ഞിനെ നോക്കാനും വേണ്ടി ചിലപ്പോൾ ജോലി രാജിവെക്കും. ആഫ്റ്റർ സ്പെൻഡിങ് സം ഇയേഴ്സ് ബ്രിങ്ങിങ് അപ്പ് ഫാമിലി, അപ്പൊ കുട്ടീനെയും കുടുംബം വളർത്താനും കുഞ്ഞിനെ വളർത്താനും ഒക്കെ വേണ്ടി ജോലി രാജിവെച്ചിട്ട് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കിട്ടിയിരുന്ന ചാൻസ് അവർക്ക് നഷ്ടപ്പെട്ട്, അതുപോലെ ചിലപ്പോൾ അതുപോലെയുള്ള അത്ര ഉയർച്ചയിലുള്ള ഒരു ജോലി ആയിരിക്കില്ല, ചിലപ്പോൾ സാലറി കുറവായിട്ടുള്ള ഒരു ജോലിയിലായിരിക്കും പിന്നീട് പുതുതായിട്ട് ചേരുന്നത്. അപ്പൊ അങ്ങനെ സച്ച് വുമൺ റിട്ടേൺ ടു ദ പെയ്ഡ് വർക്ക് ഫോഴ്സ് അറ്റ് എ ലേറ്റർ ഡേറ്റ്, ഓഫൺ അറ്റ് എ ലോവർ ലെവൽ ദാൻ ദാറ്റ് അറ്റ് വിച്ച് ദേ ലെഫ്റ്റ്. അപ്പൊ ആദ്യം നല്ല ജോലിയിലായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നപ്പോൾ ആ ജോലി രാജിവെച്ച് പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ജോലിക്ക് ചേരണമെന്ന് ആഗ്രഹം വന്ന് ജോലിക്ക് ചേരുമ്പോൾ ഒരിക്കലും ആ മുൻകാലത്ത് ചെയ്തിരുന്ന ജോലിയോ അതുപോലെയുള്ള അതേ സ്റ്റാറ്റസിലുള്ള ജോലിയോ പലപ്പോഴും കിട്ടാറില്ല. അവർക്ക് കിട്ടുന്നത് അതിനേക്കാൾ കുറഞ്ഞ വേജോടുകൂടി ചെറിയ ജോലികളാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഡൗൺവേർഡ് മൊബിലിറ്റിയാണ് സംഭവിക്കുക. അപ്പൊ ഈ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി റേറ്റ് എപ്പോഴും ഇത് കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകൾക്കാണ് ഇതുപോലെയുള്ള പരിതസ്ഥിതിയെ നേരിടേണ്ടതായിട്ട് വരുന്നത്. ഇനി അപ്വേർഡ് മൊബിലിറ്റി, അക്വയറിംഗ് വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടീസ് ദ മേജർ മീൻസ് ഓഫ് മൂവിങ് അപ്പ് ഇൻ മോഡേൺ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റിയിലേക്ക് മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി കൂടുതലാക്കുക, വെൽത്ത് സമ്പാദിക്കുക, ഇതൊക്കെയാണ്. ബട്ട് അതർ ചാനൽസ് ആർ ഓൾസോ ദെയർ. പക്ഷെ ഇതൊക്കെ കൂടാതെ വേറെ രീതിയിലും അപ്വേർഡ് മൊബിലിറ്റി സംഭവിക്കാറുണ്ടെന്നും. വെൽത്തും അതുപോലെ പ്രോപ്പർട്ടി മാത്രമല്ല, ഈ അപ്വേർഡ് സ്റ്റാറ്റസിനെ ഉദ്ദേശിക്കണം. അപ്വേർഡ് മൊബിലിറ്റീനെ എൻകറേജ് ചെയ്യുന്ന മറ്റു തത്വങ്ങളും ഉണ്ട്. എൻ്ററിങ് ആൻഡ് ഒക്കപ്പേഷൻ വിത്ത് ഓണർ, ഒരു ബഹുമതിയുള്ളൊരു ഉദ്യോഗത്തിൽ ചേരുക, അതായത് ജഡ്ജായിട്ട്, അല്ലെങ്കിൽ റിസീവിങ് എ ഡോക്ടറേറ്റ് ഡിഗ്രി, ഒരു PhD നേടിക്കഴിയുമ്പോൾ, ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി കിട്ടിക്കഴിയുമ്പോൾ, ഓർ മാരിങ് ഇൻ ടു ആൻ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി ആർ എ ഫ്യൂ സച്ച് ചാനൽസ്. അതുപോലെ ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലേക്ക് വിവാഹിതനായി അല്ലെങ്കിൽ വിവാഹിതയായിട്ട് പോവുകയാണെങ്കിൽ അപ്പോഴൊക്കെ അവരുടെ ആ മൊബിലിറ്റി, ആ വ്യത്യാസം വരുന്നുണ്ട് സ്റ്റാറ്റസിൽ, അത് അപ്വേർഡ് മൊബിലിറ്റിയാണ്. അപ്പൊ അപ്വേർഡ് മൊബിലിറ്റി ഉണ്ടാവണമെങ്കിൽ വെൽത്തും പ്രോപ്പർട്ടിയും മാത്രമല്ല, അല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടും കൂടി അപ്വേർഡ് മൊബിലിറ്റി സാധ്യമാണെന്നാണ് പറയുന്നത്. പോപ്പുലർലി ഇറ്റ് ഈസ് ബീയിങ് ഹെൽഡ് ദാറ്റ് ദ ഫാമിലി സെർവ്സ് ആസ് ദാറ്റ് സോഷ്യൽ യൂണിറ്റ് ത്രൂ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് പ്ലേസ്ഡ് ഇൻ ടു ദ ക്ലാസ് സ്ട്രക്ചർ ഓഫ് എ സൊസൈറ്റി.
Though the family, the child can inherit property, occupation, educational opportunity, lifestyle, family connections, even titles and legal privileges. അപ്പോൾ എല്ലാം കുടുംബത്തിൽ കൂടിയാണ് ഒരു വ്യക്തിക്ക് ഈ കാര്യങ്ങളെല്ലാം സൊസൈറ്റിയിൽ നേടാൻ പറ്റുന്നത്. അപ്പം ഇനി കുടുംബം എന്ന് പറഞ്ഞാൽ അത് ഒരു ഏത് ക്ലാസ്സിൽ പെടും എന്ന് നോക്കിയിട്ടാണ് അയാൾ ഏത് സ്റ്റാറ്റസിലുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നത്. ഇൻ പ്രീ നോൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ദീസ് മേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ മേജർ process for locating individuals in the social structure. In industrial society, inheritance process do not guarantee transmission of social status by kinship to nearly the same extent, but such societies still do not eliminate inheritance as a significant process. അപ്പോൾ മോഡേൺ കുടുംബാംഗങ്ങൾക്ക് പഴയ പോലെ പരമ്പരാഗതമായിട്ടുള്ള പ്രോപ്പർട്ടി കിട്ടുക അതൊക്കെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ അവിടെയൊക്കെ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടാത്ത അവസ്ഥയുമുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഹിയർ ടു നോട്ട് ദാറ്റ് ഇമിറ്റേഷൻസ് ഓഫ് ഹയർ ക്ലാസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയർ have also served as a useful means of upward mobility. അപ്പോൾ important here to note that imitations of higher class lifestyle, ഹയർ ക്ലാസ് ലൈഫ് സ്റ്റൈലും സ്വഭാവവും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ചിലപ്പോഴൊക്കെ അപ്വേർഡ് മൊബിലിറ്റിയിൽ വന്ന് പെടാറുണ്ട്. അത് നമ്മൾ വെസ്റ്റേണൈസേഷൻ അതുപോലെ സാൻസ്ക്രിറ്റൈസേഷനിലൊക്കെ മനസ്സിലാക്കിയ പോലെ. ഇനി പോസിബിലിറ്റീസ് ഓഫ് മൊബിലിറ്റി, studies of social mobility invariably leads one to the question of openness and closeness of society. Mobility is not possible if a society is rigid enough to allow any movement with its graded structure. ഇനി സൊസൈറ്റി എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട്, സൊസൈറ്റിയിൽ ഓപ്പൺനെസ് ഉണ്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആണ്, അതായത് മാറ്റങ്ങളെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള സൊസൈറ്റിയാണോ അതല്ലെങ്കിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്തത്, റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്ന് ഉള്ളതിനെ ആശ്രയിച്ചാണ് ഈ മൊബിലിറ്റി വരുന്നത്. ഓൺ ദ അതർ ഹാൻഡ് മൊബിലിറ്റീസ്, അപ്പം അങ്ങനെയുള്ള മൊബിലിറ്റിനെ സ്വീകരിക്കുന്ന സൊസൈറ്റി ആണെങ്കിൽ അവിടെ സ്ട്രക്ചറിൽ മൂവ്മെന്റ് ഉണ്ടാകുക, അങ്ങനെ അവിടെ അത് അത്ര റിജിഡ് ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ മൊബിലിറ്റി എളുപ്പമാണ്. ദ അതർ ഹാൻഡ് മൊബിലിറ്റി ഇസ് ഫെസിലിറ്റേറ്റീവ് സൊസൈറ്റി എക്സ്പെക്ട് ഫ്ലെക്സിബിൾ ക്യാരക്ടർ. അപ്പം റിജിഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ മൊബിലിറ്റി ബുദ്ധിമുട്ടാണ്, എന്നാലും മൊബിലിറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാരക്ടറുള്ള സൊസൈറ്റികളിലാണ്. ഇനി അടുത്തത് കമ്പാരിറ്റീവ് സോഷ്യൽ മൊബിലിറ്റീസ്. വൺസ് സോഷ്യൽ മൊബിലിറ്റി ആസ് കൺസെപ്റ്റ് is clarified and we are acquainted with the theoretical implication, it would be useful to take note of actual empirical studies of social mobility. ഈ സോഷ്യൽ മൊബിലിറ്റീനെ അനുഭവത്തിൽ എടുത്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആ രണ്ട് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള മൊബിലിറ്റി ആയിട്ട് താരതമ്യപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ദ ഫൈൻഡിങ്സ് ആൻഡ് ഇൻഫറൻസസ് ഓഫ് സച്ച് സ്റ്റഡീസ് കവറിംഗ് ഡൈവേഴ്സ് സൊസൈറ്റീസ് വുഡ് ഹെൽപ്പ് us to relate the concept and forms of social mobility with real determined social situations. റിയൽ ഡിറ്റർമിൻഡ് സോഷ്യൽ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് സൊസൈറ്റിയിൽ മൊബിലിറ്റി ഉണ്ടാകുന്നത്, അതിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്നൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി പല സ്ഥലത്തെയും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല സൊസൈറ്റീനെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും മൊബിലിറ്റിയുടെ ആ റേഞ്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. Gerhard Lenski computed a manual non-manual index based on data from a variety of societies. It is combined study, and his study shows the United States as first with a mobility rate of 34%. United States mobility അദ്ദേഹത്തിൻ്റെ ആ സ്റ്റഡിയിൽ നിന്ന് അതിൻ്റെ മൊബിലിറ്റി റേറ്റ് 34% എന്നും, ബട്ട് 5 അതർ യൂറോപ്യൻ കൺട്രീസ് അതേ ലെവലിലുള്ള വേറെ 5 യൂറോപ്യൻ കൺട്രീസിനെ എടുത്ത് പഠിച്ചപ്പോൾ സ്വീഡനിൽ 32%, ഗ്രേറ്റ് ബ്രിട്ടൻ 31%, ഡെൻമാർക്ക് 30%, നോർവേ 30% ആൻഡ് ഫ്രാൻസ് 29% ആണ് സോഷ്യൽ മൊബിലിറ്റിയുടെ ഇതെന്ന് കണക്കെന്ന് മനസ്സിലായി. സോ വി ക്യാൻ ഒബ്സർവ് ദാറ്റ് ദ മൊബിലിറ്റി റേറ്റ് ഈസ് ഫെയർലി സിമിലർ ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പോൾ ഒരേപോലെയുള്ള സൊസൈറ്റി ഇൻഡസ്ട്രിയൽ സൊസൈറ്റീനെ എടുത്ത് നോക്കിയാൽ അവിടെ മൊബിലിറ്റി ഏതാണ്ട്
ഒരേ ലെവലിലാണെന്ന് കാണാം. 30, 34, 30, 29, 31 ഇങ്ങനെയൊക്കെയാണ് പെർസെൻറ്റേജ് കണ്ടത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരേപോലെയുള്ള സൊസൈറ്റിയിൽ ആ മൊബിലിറ്റി റേറ്റ് ഈസ് ഓൾസോ സെയിം എന്ന്. ഫ്രാങ്ക് ഫ്രാങ്കിൻ മെയ്ഡ് എ സബ്സ്റ്റാൻഷ്യൽ സ്റ്റഡി ടു ത്രോ ന്യൂ ലൈറ്റ് ഓൺ സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കമ്പാരിസൺ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ദ ഡൊമിനന്റ് ക്ലാസ് ഓഫ് മാനേജേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് ലൈക്ക് സച്ച് ക്ലാസസ് ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് ഏബിൾ ടു ട്രാൻസ്മിറ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ടു ദെയർ ഓൺ ചിൽഡ്രൻ. ഇപ്പോൾ ഉയർന്ന പ്രൊഫഷനിലുള്ള ആളുകൾ, ഉയർന്ന ക്ലാസ്സിലുള്ള ആളുകൾ അവരുടെ കഴിവ് ഉപയോഗിച്ചിട്ട് അവരുടെ മക്കളെ അതേ ലെവലിൽ കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവർക്ക് അതിനുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അതുപോലെ പൈസ ചെലവാക്കാനും ഉണ്ട്. ഇനി ദ പ്രിവിലേജ്ഡ് ക്ലാസ്സസ് അഷ്യൂർ ഹൈ പൊസിഷൻ ഫോർ ദെയർ ചിൽഡ്രൻ. അപ്പോൾ പ്രിവിലേജ്ഡ് ക്ലാസ്സസ് അവരുടെ മക്കൾക്ക് വേണ്ടി ഹൈ പൊസിഷൻസ് ഒക്കെ നൽകാറുണ്ട്. ദെയർ ഈസ് നെവർത്തലെസ് മച്ച് സോഷ്യൽ മൊബിലിറ്റി ഫോർ പീസൻസ് ആൻഡ് മാനുവൽ വർക്കേഴ്സ് ഇൻ ദീസ് സൊസൈറ്റീസ്. പക്ഷേ പീസൻസും അതുപോലെ മാനുവൽ വർക്കേഴ്സിനും അവിടെയും സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാകാറുണ്ട്. പാർക്കിൻ സൈറ്റഡ് എ സ്റ്റഡി ഓഫ് ഹംഗറി ടു ഷോ ദാറ്റ് 77 ഹംഗറിയിലുള്ള ഒരു സ്റ്റഡിയിൽ നിന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് 77% ഓഫ് മാനേജറിയൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ പൊസിഷൻസ് were filled by men and women of peasant and work origin, and that 53% of doctors, scientists and engineers were from such families. അപ്പോൾ ഒരേ ഫാമിലീസിനും ഒരേ റേറ്റിലുള്ള 77% ആളുകളും ഹംഗറിയിൽ മാനേജറിയൽ, അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ പ്രൊഫഷണൽ പൊസിഷനിലൊക്കെ ഉള്ള മനുഷ്യരൊക്കെ പീസൻ്റ് ആൻഡ് വർക്ക് ഒറിജിനൽ ഉള്ള ആ സൊസൈറ്റിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നും അതുപോലെ 53% ഓഫ് ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റ്, എൻജിനീയേഴ്സ് ഒക്കെ അതുപോലെയുള്ള ഫാമിലീസിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി തെളിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡോമിനൻ്റ് ക്ലാസ്സിന് മാത്രമല്ല മറ്റുള്ളവർക്കും സോഷ്യൽ മൊബിലിറ്റി സംഭവിക്കുന്നുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇൻക്രീസ് ഇൻ വൈറ്റ് കോളർ പൊസിഷൻ ആസ് എ കോൺസിക്വൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ ഹാഡ് പ്രൊവൈഡഡ് ഇൻ ഈസ്റ്റേൺ Europe a level of mobility for those lower in occupational rank that exceeds that in United States and Europe. This fact instilled higher aspiration among the working classes. അതുപോലെ these studies indicate that social mobility, its possibilities and implications are all being connected to specific social context. ചില സ്പെസിഫിക് സോഷ്യൽ കോണ്ടെക്സ്റ്റിന് അനുസരിച്ചാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് സോഷ്യൽ മൊബിലിറ്റീസിൽ. ഇൻ ദ next section, we would take the more recent studies of social mobility. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ബൈ സോഷ്യൽ മൊബിലിറ്റീസ് മീൻ എനി ട്രാൻസിഷൻ ഫ്രം വൺ സോഷ്യൽ പൊസിഷൻ ടു അനദർ. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റമാണ് സൊസൈറ്റിയിൽ ഒരു സ്ഥാനത്ത് നിന്ന് വേറൊരു സ്ഥാനത്തേക്ക്. ദെൻ വി ഡിസ്കസ് ദ ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ആദ്യം മൊബിലിറ്റി എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ കണ്ട് അതിന് ശേഷം ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ഇൻ ഓർഡർ ടു ഓപ്പറേഷണലൈസ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ടു സ്റ്റഡീസ് വേരിയസ് forms, we discuss the various dimensions of the concept. ഇനി ഈ സ്റ്റഡി കൂടുതൽ ഡീപ്പാക്കാൻ വേണ്ടി അതിൻ്റെ സോഷ്യൽ വേരിയസ് ഡൈമെൻഷൻസ് ഈ സോഷ്യൽ മൊബിലിറ്റിയുടെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. സബ്സിക്വൻ്റ്ലി ദീസ് ഡൈമെൻഷൻസ് ആർ ഓൾ ലിങ്ക്ഡ് വിത്ത് ദ ബേസിക് ക്യാരക്ടർ ഓഫ് എനി സൊസൈറ്റി. ഓരോ സൊസൈറ്റിയുടെയും ബേസിക് ക്യാരക്ടർ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഡൈമെൻഷൻസ് നിലനിൽക്കുന്നതെന്നും മനസ്സിലാക്കി. വി ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ഡൈമെൻഷൻസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ഓൾസോ ഇൻഡിക്കേറ്റ് ദെയർ ഇംപ്ലിക്കേഷൻസ് ഇൻ ടേംസ് ഓഫ് ദ വൈഡർ സോഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഇത്രയാണ് ഈ സോഷ്യൽ മൊബിലിറ്റിയിലുള്ളത്. ഇവിടെ കീവേഡ്സ് പ്രത്യേകം പഠിക്കുക. അവിടെ ഇൻട്ര ജനറേഷണൽ മൊബിലിറ്റി ആ രണ്ടിലും കുറച്ച് വ്യത്യാസങ്ങളുള്ളത് വ്യത്യാസം മനസ്സിലാക്കുക. അവിടെയും ആ മിസ്റ്റേക്ക് അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ വന്നേക്കണം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ശരിക്ക് പഠിച്ചേക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മിക്കവാറും ഈ ലെസണിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എളുപ്പമുള്ളതാണ്, കൂടുതൽ എപ്പോഴും ചോദിക്കുന്നതുമാണ്.
അപ്പോൾ ജനറലി നമ്മൾ സ്പീക്കിംഗ് ഓൾ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി എക്സ്ഹിബിറ്റ് എ മോർ ഓർ ലെസ് സിമിലർ ഡിഗ്രി ഓഫ് മൊബിലിറ്റി. ഹംഗറി അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയപ്പോൾ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റിയിൽ ഉള്ള ആ മൊബിലിറ്റി എക്സിബിറ്റ് ചെയ്യണത് ഏതാണ്ട് ഏറെക്കുറെ ഒരേ രീതിയിൽ സിമിലർ ഡിഗ്രി ഓഫ് മൊബിലിറ്റി ആണെന്ന് നമ്മൾ കണ്ട്. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റീസ് മേ നോട്ട് ബി ആസ് ക്ലോസ്ഡ് ആസ് പോപ്പുലർലി തോട്ട് ടു ബി. അതുപോലെ കമ്മ്യൂണിറ്റി സൊസൈറ്റീസിലും ഉണ്ടാകുന്നുണ്ട് മൊബിലിറ്റി. അപ്പോൾ അത് നമ്മൾ വിചാരിക്കണ പോലെ അത്ര ക്ലോസ്ഡ് അല്ല, ആസ് ക്ലോസ്ഡ് ആസ് പോപ്പുലർലി തോട്ട് ടു ബി. സോ പിന്നെ വേറൊരു കാര്യം വിട്ടുപോയത്, അഗെയിൻസ്റ്റ് എ പോപ്പുലർ ബ്രീഫ് ഡൗൺവേർഡ് മൊബിലിറ്റി ഈസ് ഓൾസോ വൈഡ് സ്പ്രെഡ് ഇൻ മോഡേൺ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി. മോഡേൺ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റിയിൽ അപ്വേർഡ് മൊബിലിറ്റി മാത്രമല്ല, അവിടെ ഡൗൺവേർഡ് മൊബിലിറ്റീസും ഉണ്ട്. ഇൻ മോഡേൺ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി ഇറ്റ് ഈസ് മെയിൻലി ദ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്രൈറ്റീരിയ ദാറ്റ് ഡിറ്റർമിൻ അപ്വേർഡ് മൊബിലിറ്റി. അപ്വേർഡ് മൊബിലിറ്റിന്ന് മോഡേൺ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റിയിൽ അപ്വേർഡ് മൊബിലിറ്റിന്ന് മുഖ്യമായിട്ടും മീൻ ചെയ്യണത് ഇറ്റ് ഈസ് മെയിൻലി ദ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ്. മോസ്റ്റ് മോഡേൺ സൊസൈറ്റീസ് ആർ ബിലീവ് ടു ബി മോർ ഓപ്പൺ. മിക്കവാറും മോഡേൺ സൊസൈറ്റിയിലൊക്കെ മോർ ഓപ്പൺ സൊസൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദെയർ ഈസ് chances for social mobility very easily. Nevertheless, every society has its own criteria and mobility attempts are also restricted differently. പക്ഷേ എല്ലാ സൊസൈറ്റിക്കും അതിൻ്റേതായ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം അതിൻ്റെ മൊബിലിറ്റി അറ്റംപ്റ്റ്സും അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ഏറെക്കുറച്ചിലുകൾ ഉണ്ടാകാം. അപ്പോൾ ജനറലി സ്പീക്കിംഗ് ഓൾ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി എക്സിബിറ്റ് എ മോർ ഓർ ലെസ് സിമിലർ ഡിഗ്രി ഓഫ് മൊബിലിറ്റി. മിക്കവാറും എല്ലാ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റീസും ഏറെക്കുറെ ഒരേപോലെയുള്ള മൊബിലിറ്റിയാണ് കാണിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റീസ് മെ നോട്ട് ബി ക്ലോസ്ഡ്. അത് ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി അവിടെയും മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അവിടെയും സോഷ്യൽ മൊബിലിറ്റി ഈസ് ദയർ. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത് പരീക്ഷയുടെ ദൃഷ്ടിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതോടൊപ്പം എളുപ്പവും കൂടിയാണ് പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക.